ഇങ്ങനെ ഈ ഫേസ്ബുക്ക് കുത്തി ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണതിന് പകരം അവർക്ക് വല്ല തൊഴിലുറപ്പിനെങ്കിലും പോയിക്കൂടെ? ഏതൊരു പെണ്ണുപിള്ള പറയുന്ന കേട്ടോ, സിനിമയിൽ എന്താ വലിയ കൊണാണ്ടറാന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫാഷൻ ഡിസൈനറാണെന്നാണ് പറയുന്നത് കേട്ടോ. അവരിട്ടേക്കുന്ന വേഷം അവർക്ക് പോലും യോജിക്കാത്തൊരു വേഷമാണ് അവരിട്ടേക്കുന്ന ഒരു സാധനം, അവരൊരു മേക്കപ്പ്, അവരൊരു അപ്പിയറൻസ് അവർക്ക് ചേരാത്തൊരു ഐറ്റം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ ഫാഷൻ ഡിസൈനറാണ്, മറ്റുള്ളവരെ അവർ സെറ്റ് ചെയ്യും. ഈ തൊഴിലുറപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിലും പോവാം. നിങ്ങളുടെ ഇവിടുത്തെ മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമൊന്നുമല്ല അരവിന്ദനോ അല്ലെങ്കിൽ ഈവൻ പത്മരാജനോ അല്ലെങ്കിൽ നമ്മുടെ അയാളുടെ പേര് മറന്നുപോയല്ലോ, ഈ മോഹൻലാലോ മമ്മൂട്ടിയോ മഞ്ജു വാര്യരോ പോലെന്നുള്ളൊരു അഭിവാജ്യ ഘടകമോ ഇവിടെ വലിയ പേരെടുത്ത ആളൊന്നും അല്ല നിങ്ങൾ. നിങ്ങൾക്ക് പറ്റിയ പണി ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ തൊഴിലുറപ്പായിരിക്കും, അതായിരിക്കും ഭേദം. നിങ്ങൾ കാണിക്കുന്ന ഈ വേട്ടാവാളിത്തരം വേട്ടാവളിയൻ തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വേണം തൊഴിലുറപ്പിന് നോക്കുക, അതായിരിക്കും നല്ലത്. രേണുസുതി പോലുള്ള കോമാളികൾ കടന്ന് മെഴുകുന്ന ഒരു സ്ഥലമാണല്ലോ മലയാള സിനിമയുടെ ഭാഗമാണെന്നൊക്കെ അവർ പറയുന്നത്, ആർട്ടിസ്റ്റാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കും. അതിനെ ബോഡി ഷേമിംഗ് ആണെന്ന് കരുതുവാണെങ്കിൽ അങ്ങനെ കരുതിക്കോ. എന്നാലും അഭിനയിക്കാൻ കഴിവാണല്ലോ. ഇപ്പോൾ സൗബിനൊക്കെ ആണല്ലോ അത്ര വലിയ സൗന്ദര്യമുള്ള ആളൊന്നുമല്ല മലയാളിയുടെ കൺസെപ്റ്റ് അനുസരിച്ച്. അയാൾക്ക് പക്ഷെ അഭിനയിക്കാൻ അറിയാം. ഇതങ്ങനല്ല, ഇത് കോമാളിത്തരം. അതാണ് സംഭവം. അപ്പോൾ സൗന്ദര്യം കൊണ്ടല്ല ആൾക്കാർ ബോഡി ഷേം ചെയ്യുന്നത്, അറിയത്തില്ലാത്തൊരു പണി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അറിയാൻ മേലാത്തൊരു പണി അവർ എന്തോ വലിയ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ കുറ്റം പറയുന്നത്, അല്ലാതെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇനിയിപ്പോൾ തുണി പൊക്കി കാണിക്കാനൊക്കെ പറ്റുമായിരിക്കും, അതിപ്പോൾ പറ്റുന്ന കാര്യം. അത് നാളല്ലാത്ത തുണി പൊക്കി കാണിക്കാനൊക്കെ പറ്റും, അതിപ്പോൾ നമുക്കും പറ്റും. വേണമെങ്കിൽ നമുക്ക് തിന്ന് കാണിക്കാനൊക്കെ പറ്റും. എൻ്റർടൈനിങ് സബ്ജക്റ്റ്, എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യം. 1000 സബ്സ്ക്രൈബർ പോലില്ല അവനൊക്കെ ഇരുന്ന് കുറ്റം പറയുന്നതൊക്കെ ചില ആൾക്കാരൊക്കെ വെച്ച് അവർ പറയുന്നുണ്ട്. അതിപ്പം ഇവിടെ കിടന്ന് ഇപ്പോൾ ആൾക്കാരെ ബോധിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരം വേണം കാണിക്കാം. അത് നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്, എന്താണ് എസ്തെറ്റിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അല്ലാതെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാം. അതാണ് സംഭവം കേട്ടോ, അല്ലാതെ നിങ്ങളുടെ കഴിവല്ല അത്. തൊഴിലുറപ്പിന് പോക്കോളാം, പണിക്കാശ് കിട്ടും. നിനക്കും അത് തന്നെയാണ് നല്ലത് കേട്ടോ പെണ്ണുപിള്ളേ. ഈ പെണ്ണുപിള്ളയോട് എനിക്കതാ പറയാനുള്ളത്.